വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ടുള്ള 3 L's ഓഫ് എംപവർമെൻ്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. സോ ഒട്ടും വൈകാതെ നമുക്ക് നോക്കാം. ഈ 3 L's ഓഫ് എംപവർമെൻ്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റീൻ ലെഗാർഡിൻ്റെ ഒരു സ്പീച്ചാണ്. ക്രിസ്റ്റീൻ ലെഗാർഡിൻ്റെ ഒരു സ്പീച്ചാണ്. ക്രിസ്റ്റീൻ ലെഗാർഡിൻ്റെ സ്പീച്ച് വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ഒരു സ്പീച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് അതിലേക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു വെൽക്കമിങ് ആണ്. ആദ്യം ഗുഡ് ആഫ്റ്റർനൂൺ ഈസ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരേപോലെ ചിന്തിക്കുന്ന ആളുകളുടെ അടുക്കലും ഫ്രണ്ട്സുമായിട്ടുള്ള നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പോകാം. The 21st century poses many challenges that requires new way of thinking, none more important than the economic role of women in a rapidly changing world. WOMEN എന്നുള്ളത് വിമനും WOMAN വുമണും വിമനും മാറിപ്പോയത് കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്നത് ഈ 21st century നമ്മളായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഇനിയും ഫേസ് ചെയ്യാനുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ചലഞ്ചാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്ത്രീകളുടെ എക്കണോമിക് റോള്. സാമ്പത്തികമായിട്ടുള്ള അവരുടെ ആ ഒരു റോൾ ഉണ്ടല്ലോ, അതായത് സ്ത്രീകൾക്ക് ജോലി ഉറപ്പാക്കുക, വരുമാനം ഉറപ്പാക്കുക എന്നുള്ള ഒരു എക്കണോമിക് റോള് സ്ത്രീകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയാണ്. ബട്ട് വിമൻ ടുഡേ remain blocked from contributing their true potential. അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ പുറത്തേക്ക് കൊണ്ടുവരുന്നതിൽ നിന്നും അവരെ ബ്ലോക്ക് ചെയ്യപ്പെട്ടേക്കാണ് ഇന്നത്തെ സ്ത്രീകളെ. ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്. ഇതിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും. സ്ത്രീകൾക്ക് ഈ നമ്മുടെ മൊത്തം ലോകത്തിലേക്ക് ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുമാനത്തിലേക്ക് സ്ത്രീകൾക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇൻ സം കൺട്രീസ് പെർ ക്യാപിറ്റ ഇൻകം ലാഗ് സിഗ്നിഫിക്കൻ്റ്ലി ബിക്കോസ് വിമൻ ആർ ഡിനൈഡ് ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. സ്ത്രീകൾക്ക് തുല്യമായ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാത്തത് കൊണ്ട് തന്നെ ചില രാജ്യങ്ങളിൽ പെർ ക്യാപിറ്റ ഇൻകം തന്നെ കുറഞ്ഞു നിൽക്കാം. പെർ ക്യാപിറ്റ ഇൻകൊക്കെ ഹൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു രാജ്യത്തിന് നല്ല വളർച്ചയുണ്ട്, അവിടെ നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ട് എന്നൊക്കെയാണ് ഒരു മീനിങ് വരുന്നത്. അപ്പോൾ സ്ത്രീകൾ കൂടി എല്ലാവരും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമല്ലോ. അപ്പോൾ സ്ത്രീകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാത്തതുകൊണ്ട് വലിയൊരു ജനവിഭാഗത്തിൻ്റെ ഒരു പകുതിയോളം വരുമ്പോൾ സ്ത്രീകളായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ ആ സ്ത്രീകൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാതെ വരുമ്പോൾ എന്ത് പറ്റും? അത്ര കണ്ട ആ എമൗണ്ട് കുറഞ്ഞു നിൽക്കും, പെർ ക്യാപിറ്റ കുറഞ്ഞു നിൽക്കും. ദേ റെപ്രസെൻറ്റ് ഹാഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ. മൊത്തം വേൾഡ് പോപ്പുലേഷൻ്റെ പകുതി സ്ത്രീകളാണെങ്കിലും ബട്ട് കോൺട്രിബ്യൂട്ട് ഫാർ ലെസ് ദാൻ 50% ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി പഠിച്ചിട്ടുണ്ട്. വരുമാനം ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസാണ് എക്കണോമിക് ആക്ടിവിറ്റി. ആ എക്കണോമിക് ആക്ടിവിറ്റിയുടെ 50% പോലും മൊത്തം പോപ്പുലേഷൻ്റെ ജനസംഖ്യയുടെ പകുതി സ്ത്രീകളുണ്ടെങ്കിലും മൊത്തം വരുമാനത്തിൻ്റെ പകുതി പോലും അവരെന്ത് ചെയ്യുന്നില്ല, അവർക്ക് തരാൻ പറ്റുന്നില്ല, കോൺട്രിബ്യൂട്ട് ഇതിലേക്ക് ചെയ്യുന്നില്ല. വാട്ട് ഈസ് നീഡഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ ഈസ് എ കൺസേർട്ടഡ് എഫേർട്ട് ടു ഓപ്പൺ ദ ഡോർ ടു ഓപ്പർച്യൂണിറ്റി വിത്ത് വാട്ട് ഐ കോൾ ദ 3 L's ഓഫ് വിമൻസ് എംപവർമെൻറ്റ്, ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. അപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങളാണ് സ്ത്രീകൾക്ക് വേണ്ടത്. അതിനെ ക്രിസ്റ്റീൻ ലെഗാർഡ് പറയുന്നത് 3 L's ഓഫ് എംപവർമെൻ്റ് ആണ്. 3 L'കളാണ്. 3 L'കൾ എന്ന് പറയുമ്പോൾ ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ആദ്യത്തെ പാരഗ്രാഫിൽ ലേണിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്. എഡ്യൂക്കേഷൻ ഈസ് എ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽഡ്. എന്തൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് വിദ്യാഭ്യാസത്തിന്മേലാണ്. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽസ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ഷാക്കിൾസ് എന്ന് പറഞ്ഞാലേ ചങ്ങലകളാണ്. അപ്പോൾ ചങ്ങലകൾ എന്ത് ചങ്ങലകളാണ്? എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തലുകൾ. സ്ത്രീകൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാതെ മാറ്റി നിർത്തപ്പെട്ടേക്കാണല്ലോ. അപ്പം അങ്ങനെയുള്ള ആ എക്സ്ക്ലൂഷൻ എന്ന് പറയുക ചങ്ങലകളൊക്കെ പൊട്ടിച്ചെറിയാൻ എന്ത് സഹായിക്കും എന്ന് പറയാണ്? ലേണിംഗ് സഹായിക്കും. നോവെയർ ഈസ് ദിസ് മോർ എസെൻഷ്യൽ ദാൻ ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. ഇന്നത്തെ ഡെവലപ്പിംഗ് വേൾഡ് ഇത് വളരെ അത്യാവശ്യമാണ്. ദർ ഇസ് എൻ ആഫ്രിക്കൻ അഡീജ് ദാറ്റ് ഗോസ്. ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ല് പറയാണ്, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, നിങ്ങളൊരു ആൺകുട്ടിയെ പഠിപ്പിച്ചാൽ യു ട്രെയിൻ എ മാൻ, നിങ്ങളൊരു പുരുഷനെ ട്രെയിൻ ചെയ്തെടുത്തു. അതേസമയം ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, നിങ്ങളൊരു പെൺകുട്ടിയാണ് എഡ്യൂക്കേറ്റ് ചെയ്യണമെങ്കിൽ യു ട്രെയിൻ എ വില്ലേജ്, നിങ്ങളൊരു ഗ്രാമം മുഴുവനും ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിലെ ഇമ്പോർട്ടൻസ് ആഫ്രിക്കൻ അഡേജിൽ പറയുന്നത്.
ലേണിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേതാണ് ലേബർ. ഇഫ് ലേണിംഗ് ഇസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ലേബർ ഈസ് എ സെക്കൻഡ്. രണ്ടാമത് വരുന്നതാണ് ലേബർ. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദ ട്രൂ പൊട്ടൻഷ്യൽ. സ്ത്രീകളുടെ കഴിവുകൾ കണ്ടെത്താനും അത് ഫ്ലറിഷ് ചെയ്ത് അത് ട്രൂ പൊട്ടൻഷ്യൽ, അവരുടെ ഉള്ളിൽ മുഴുവൻ കഴിവും പുറത്തേക്ക് എടുക്കാൻ അവരെ സഹായിക്കുന്നത് ലേബറാണ്. പക്ഷേ ലേബറിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. എന്താ പ്രശ്നം? ബട്ട് അറ്റ് പ്രസൻറ്റ് വെൻ വിമൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ വർക്ക് ഫോഴ്സ് ദേ too often tend to get stuck in low paying, low status and low security jobs. സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും അവിടെ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സാലറി കുറഞ്ഞ, സ്റ്റാറ്റസ് കുറഞ്ഞ, യാതൊരു ജോബ് സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്ത ജോലികളിൽ ഇവരെ സ്റ്റക്കായി പോവാണ്. ഗ്ലോബലി വിമൻ ഏൺ ഓൺലി 3/4 as much as men. പുരുഷൻ ഏൺ ചെയ്യുന്നതിന് 1/4 മാത്രമേ സ്ത്രീകൾ ഏൺ ചെയ്യുന്നുള്ളൂ. അവർ ഏൺ ചെയ്യുന്ന അത്രയും തന്നെ ഏൺ ചെയ്യുന്നില്ല. ഈവൻ വിത്ത് ദ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സെയിം ഓക്യുപ്പേഷൻ. ഒരേ ജോലി ആയിക്കോട്ടെ, ഒരേ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, എന്നാൽ പോലും പുരുഷന്മാർ ഏൺ ചെയ്യുന്ന അത്രയും സ്ത്രീകൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബേസിക് നോം എന്തായിരിക്കണം? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഒരേ തൊഴിലിന് ഒരേ വേതനം, അതല്ലേ ശരി? അപ്പം പിന്നെ ഇതിൽ പറയുന്ന റീസെൻറ്റ് റിസർച്ചസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ് ഇൻ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ക്യാൻ ബ്രിങ് ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ ഈ സ്ത്രീകളെ കൂടി ആ ഒരു എക്കണോമിക് പാർട്ടിസിപ്പേഷനിൽ സാമ്പത്തികമായിട്ട് ഇവരെ കൂടി നമ്മൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ജെൻഡർ ഗ്യാപ്പൊക്കെ ഇതിൽ നിന്ന് എടുത്തു കളയുകയാണെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം കൂടാൻ ഇത് സഹായിക്കുന്നു പറയുന്നു. വി ക്യാൻ അൺഡൗട്ടഡ്ലി പ്രൊമോട്ട് മോർ ഓപ്പർച്യൂണിറ്റി ഫോർ വിമൻ ഇൻ വർക്ക് പ്ലേസ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? വർക്ക് പ്ലേസിൽ, ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ തുറന്നു കൊടുക്കണം. ഇറ്റ്സ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ലോ. നിയമങ്ങൾ നമ്മൾ മാറ്റണം. ഫോർ എക്സാമ്പിൾ, by ensuring that property and inheritance laws do not discriminate among women. അല്ലേ? ഈ പ്രോപ്പർട്ടി ലോസ് ആണെങ്കിലും ഇൻഹെറിറ്റൻസ് ലോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ സ്വത്തുക്കളൊക്കെ കിട്ടുന്ന നിയമങ്ങളൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അത്രയും കിട്ടുന്നുണ്ടാകില്ല. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ, വിവേചനം നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം പൊളിച്ചെഴുതണം. ഇറ്റ് ഓൾസോ മീൻസ്, മാത്രമല്ല, പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ അതുപോലെ എഡ്യൂക്കേഷൻ, ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യാനുള്ള പോളിസീസ് കൊണ്ടുവരണം. മോർ ഓവർ വി നീഡ് ടു പ്രൊവൈഡ് ഗ്രേറ്റർ ആക്സസ് ടു ക്രെഡിറ്റ് സോ വിമൻ ക്യാൻ അച്ചീവ് ദെയർ ഗ്രേറ്റർ എക്കണോമിക് ഇൻഡിപെൻഡൻസ്. ക്രെഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കടം, ലോണൊക്കെ ബാങ്കുകളിൽ നിന്ന് ഇങ്ങനെയുള്ളവർക്ക് പാസ്സാക്കി കൊടുക്കണം സ്ത്രീകൾക്ക്. അപ്പോൾ അവർക്ക് കൂടുതൽ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനും എക്കണോമിക് ഇൻഡിപെൻഡൻസ്, സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യം ഏൺ ചെയ്യാൻ അവർക്ക് സാധിക്കും. സോ ലേണിംഗ് ആൻഡ് ലേബർ ആർ കീ ഫാക്ടേഴ്സ്. അതുകൊണ്ട് ലേണിങ്ങും ലേബറും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. The third L is leadership. മൂന്നാമത്തേതാണ് ലീഡർഷിപ്പ്. It enables women to rise and fulfill their innate abilities and talents. ജന്മനാ അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുക്കാനും അത് ഫുൾഫിൽ ചെയ്യാനും നേടിയെടുക്കാനും ലീഡർഷിപ്പ് ഹെൽപ്പ് ചെയ്യും. Here there is plenty of room for improvement. ഇവിടെ എന്താണ്? ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരാനുണ്ട്. ഇപ്പോഴും ലീഡർഷിപ്പിലേക്ക് എത്രമാത്രം സ്ത്രീകൾ വരുന്നുണ്ട്? വളരെ ചുരുക്കം വരുന്നുള്ളൂ അല്ലേ? ഒത്തിരി മാറ്റങ്ങൾ ഇവിടെ ഇനിയും വരാനുണ്ട്. ദ ഐറണി എന്ന് വെച്ചാൽ വിരോധാഭാസം, ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം. ദ ഐറണി ഈസ് ദാറ്റ് വെൻ വിമൻ ലീഡ് ദേ ടെൻഡ് ടു ഡു ആസ് ഗുഡ് ആസ് ജോബ് ആസ് അതേഴ്സ് ഇഫ് നോട്ട് ബെറ്റർ ജോബ്. ഇപ്പോൾ സ്ത്രീകളാണ് നയിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നെന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരുടെ അത്രയും, അല്ലെങ്കിൽ അവരെക്കാൾ ഏറ്റവും നന്നായിട്ട് തന്നെ സ്ത്രീകൾ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി അവരുടെ തീരുമാനങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമുക്ക് എസ് ഒക്കെ എഴുതുന്ന സമയത്ത് ഇത് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. സ്ത്രീകളെ തീരുമാനങ്ങളെന്ന് പറയുന്നത് മോസ്റ്റ്ലി മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ കൺസെൻസസ് ബിൽഡിംഗ്, ഇൻക്ലൂഷൻ, അതായത് എല്ലാവരെ പറ്റിയും ചിന്തിക്കും, ഇൻക്ലൂഷൻ എല്ലാവരും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും, കമ്പാഷൻ അനുകമ്പയോടുകൂടിയും, ഇത് ഫോക്കസ് ഓൺ ലോങ് ടൈം സസ്റ്റൈനബിലിറ്റി, ഒരുപാട് കാലത്തേക്ക് അതിന് ഗുണം കിട്ടുന്ന രീതിയിലൊക്കെ ഉള്ള തീരുമാനങ്ങളാണ് സ്ത്രീകൾ എടുക്കുക. It is true that women sometimes lack the confidence to match their competency. കഴിവുണ്ടെങ്കിലും ചില സമയത്ത് ഇതിനുള്ള കോൺഫിഡൻസ് സ്ത്രീകൾക്ക് ഉണ്ടാവില്ല. ബട്ട് ദേ നീഡ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് ദ നറേറ്റീവ് ഇൻ ദെയർ ഫേവർ. പക്ഷേ അവരെന്ത് ചെയ്യണം? ആ മൈൻഡ് സെറ്റൊക്കെ മാറ്റിയിട്ട് അവർക്ക് ഫേവർ ആയിട്ടുള്ള രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്യണം. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് വിമൻ ബി റെഡി ടു ഡെയർ ദ ഡിഫറൻസ്. മാറ്റം ഫേസ് ചെയ്യാൻ ഡെയർ ചെയ്യണം. അവർ അതിന് തയ്യാറാകണം, ഫേസ് ചെയ്യാൻ തയ്യാറാകണം. ടു ടേക്ക് റിസ്ക് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺ. അവരെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റിസ്കുകൾ ഏറ്റെടുക്കാൻ അവർ തയ്യാറാകണം. Nonetheless, even with those with the drive to succeed will continue to face barriers. എന്തുമാത്രം ഇപ്പോൾ എത്ര കോൺഫിഡൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിലും അതിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് എങ്ങനെയുള്ള ആളാണെങ്കിലും ഒരുപാട്
ഒരുപാട് തടസ്സങ്ങൾ അവർക്ക് നേരിടാനുണ്ടാകും. വെദർ വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രൊവൈഡിങ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് ഇൻ എ വില്ലേജ്, ഒരു ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കാര്യമാണെങ്കിൽ, അതായത് ഏറ്റവും ബേസിക് മുതൽ, ഓർ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് ഫോർ വിമൻ ഇൻ ബിസിനസ് സ്ഥാപനങ്ങളിലെ സ്ത്രീകൾക്ക് എക്സിക്യൂട്ടീവ് പൊസിഷൻസ് കൊടുക്കണം എന്നുള്ള കാര്യം, അങ്ങനെ അത്രയും ബേസിക് സിമ്പിൾ ടു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാ സ്ഥലത്തും എന്ത് കാണാൻ സാധിക്കും? തടസ്സങ്ങൾ കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ് വെയർ ഓൾ വിമൻ ക്യാൻ മീറ്റ് ദെയർ പൊട്ടൻഷ്യൽ വിത്തൗട്ട് ഇംപെഡിമെൻറ്റ്. ഒരു തടസ്സവും ഇല്ലാതെയും പ്രജുഡൈസ്, ഒരു മുൻധാരണ ഒന്നും ഇല്ലാതെ സ്ത്രീകൾക്ക് അവരുടെ പൊട്ടൻഷ്യൽ മീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലോകം ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്, അതിൻ്റെ ഗുണം ഈ ലോകത്തിന് തന്നെ ഉണ്ടാകും. ദ 3 Ls വിൽ ഹെൽപ്പ് us ഗെറ്റ് ദെയർ, അതിന് ഈ 3 Ls നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇഫ് വി ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. താങ്ക് യു വെരി മച്ച്. അതായത് ഈ മാറ്റത്തിന് നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് മാറ്റം കാണാൻ തന്നെ സാധിക്കുമെന്നാണ് പറയുന്നത്. താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞിട്ട് അതവിടെ കംപ്ലീറ്റ് ആകുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പീച്ചാണ്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട്, ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ്, കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി വലിച്ചു നീട്ടാതെ മാക്സിമം നിങ്ങൾക്ക് എല്ലാ ലൈനിൻ്റെയും മീനിങ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.